ഇറാനെതിരെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത കടുത്ത സാമ്പത്തിക യുദ്ധവും ഉപരോധവും പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള അന്തിമ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചത്. അമേരിക്കയുമായി സമാധാന കരാറിൽ എത്താൻ നൽകിയ അവസരങ്ങൾ ഇറാൻ കളഞ്ഞു കുളിച്ചെന്നും ഇനി ഒട്ടും ദയയില്ലാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ പ്രധാന വരികൾ ഇപ്രകാരമാണ്: ഇന്നുവരെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തിനെതിരെയും നടപ്പിലാക്കിയിട്ടില്ലാത്ത ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധവും ഒറ്റപ്പെടുത്തലുമാണ് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഇറാനുമായി സമാധാന കരാറിലെത്താൻ ഏറ്റവും വലിയ അവസരം നൽകിയത് ഞാനാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ അവരത് ഉപയോഗിച്ചില്ല. ഇറാനിയൻ ഭീഷണി തടയാൻ സഖ്യരാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്കൊപ്പം അണിനിരക്കണം. ഇതൊരു ഇക്കണോമിക് ഡി ഡേ ആണ്. ഇറാന്റെ പ്രധാന വരുമാന മാർഗങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചുപൂട്ടാനാണ് ട്രംപിന്റെ തീരുമാനം. എണ്ണക്കള്ളക്കടത്ത്, വിദേശ പണമിടപാടുകൾ, മണി എക്സ്ചേഞ്ചുകൾ, കപ്പൽ രജിസ്ട്രറികൾ, വ്യാജ ഷെൽ കമ്പനികൾ എന്നിവയുടെ പ്രവർത്തനം ഉടനടി നിർത്തിവെക്കണമെന്ന് അദ്ദേഹം കർശനമായി ആവശ്യപ്പെട്ടു. ഇറാന്റെ നിലവിലത്തെ സൈനിക സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: ഇറാന്റെ നാവികസേന പൂർണ്ണമായും ഇല്ലാതായി. അവരുടെ വ്യോമസേന തകർക്കപ്പെട്ടു. സൈനിക ഫാക്ടറികൾ അവശിഷ്ടങ്ങളായി മാറി. കറൻസിയുടെ മൂല്യം പൂജ്യത്തിലെത്തി. രാജ്യം തന്നെ തകർച്ചയുടെ വക്കിലാണ്. ഭീകരത വളർത്താനുള്ള അവരുടെ ശേഷി ഈ ചരിത്ര നീക്കത്തിലൂടെ ഇല്ലാതാകും. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല. US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ഇക്കണോമിക് ഫ്യൂറി എന്ന തീവ്ര ഉപരോധ പദ്ധതിയുടെ തുടർച്ചയായാണ് ഈ വലിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സൈനിക നടപടികൾക്കപ്പുറം ഇറാന്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും വിച്ഛേദിച്ച് അവരുടെ വരിഞ്ഞു മുറുക്കുക എന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ പുതിയ തന്ത്രം. ട്രംപിന്റെ പ്രഖ്യാപനത്തിലെ ഏറ്റവും നിർണായകമായ ഘടകം ഇറാനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായിക്കുന്ന മൂന്നാം കക്ഷി രാജ്യങ്ങൾക്കുള്ള ശക്തമായ താക്കീതാണ്. ഏതെങ്കിലും രാജ്യം തങ്ങളുടെ സാമ്പത്തിക സ്ഥാപനങ്ങളോ വ്യാവസായിക ശൃംഖലകളോ വിമാനത്താവളങ്ങളോ സർക്കാർ സംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ജീവൻ രക്ഷാ മാർഗം ഒരുക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിൽ നിന്ന് വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കും വിദേശ നിക്ഷേപം തുടരുന്ന പങ്കാളികൾക്കും എതിരെയുള്ള സെക്കൻഡറി സാങ്ഷൻസ് ഭീഷണിയാണത്. ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ഇതോടെ വലിയ നയതന്ത്ര പ്രതിസന്ധിയിലാകും. അഭ്യൂഹങ്ങൾ പരത്തുന്ന വ്യാജ കപ്പൽ രജിസ്ട്രികൾ, കള്ളക്കടത്ത്, ഷെൽ കമ്പനികൾ, അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ എന്നിവ നിരീക്ഷണത്തിലാണെന്ന് ട്രംപ് ആവർത്തിച്ചു. തങ്ങളെ സഹായിക്കുന്ന രാജ്യങ്ങളെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് US സമ്മർദ്ദം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങളോ എയർപോർട്ടുകളോ അമേരിക്കയ്ക്ക് വിട്ടു നൽകരുതെന്ന് ഇറാന്റെ സൈനിക തലവന്മാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ US ഇറാൻ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. അതേസമയം ലോകത്തിലെ ഏറ്റവും പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്കിൽ US നാവികസേനയുടെ ഉപരോധം 100% വിജയകരമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എണ്ണവില ബാരലിന് $380 വരെ ഉയർന്നേക്കാമെന്ന് ഭയന്നിരുന്നെങ്കിലും കാര്യക്ഷമമായ ഇടപെടലിലൂടെ എണ്ണവില സാധാരണ നിലയിൽ നിലനിർത്താൻ സാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുമായുള്ള 14 വ്യവസ്ഥകളടങ്ങിയ ധാരണാപത്രം പൂർണ്ണമായും നടപ്പിലാക്കാതെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാകുന്നതുവരെ ശക്തമായ സാമ്പത്തിക സമ്മർദ്ദം തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. ഈ പുതിയ ഉപരോധങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തും ഇന്ധന വിപണിയിലും എന്തുതരം മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്.